ആ സുരേഷ് പാമ്പിനെ കൊടുത്തിട്ടാണ് സൂരജ് വാങ്ങിയത്. സൂരജിന് എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഭാര്യയെ കൊല്ലുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്ര പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടെന്ന് അറിയാൻ പറ്റും. കടം വാങ്ങിയാണ് ഞാൻ പാമ്പിനെ സേവിക്കാൻ നടന്നത്. കടം വാങ്ങി. ഞാൻ മേശിരി പണിക്കാരനായിരുന്നു. 10-80 പണിക്കാരുണ്ടായിരുന്നു. സെൻട്രിങ്ങിൻ്റെ പണി, കമ്പിപ്പണി, എല്ലാ പണിയും ഫുള്ള് അന്നത്തെ പഞ്ചായത്തിൻ്റെ പണികൾ മൊത്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരുപാട് പണി. അപ്പോഴാണ് എനിക്ക് ഇതിലേക്ക് ഭ്രമം കൂടി എൻ്റെ മൈൻഡ് അങ്ങ് മാറിയത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വാവാച്ചന് ഭയങ്കര ബാങ്ക് ബാലൻസിന് ഭയങ്കര കോടീശ്വരനാണ്. എൻ്റെ വീട് ജപ്തിയായിട്ട് വർഷനുണ്ടായി. എപ്പോൾ വേണോ അവരൊന്ന് ഇറക്കി വിടാം, പോയേ പറ്റുള്ളൂ. എൻ്റെ അനിയത്തി അമ്മയും മാത്രമേ അവിടെ ഉള്ളൂ. പിറ്റേന്നത് വാർത്ത വന്നു, കറണ്ട് പോയി. വാവാച്ചൊരു ജനങ്ങളുടെ ഇടയിലേക്ക് അപകടകരമായി പാമ്പിനെ പ്രദർശിപ്പിക്കുന്നു. ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരൻ കൊടുത്ത വാർത്ത. അതിൻ്റെ പേരിൽ അന്ന് പരാതി വന്നിട്ട് 2024 കേസ് ചാർജ് ചെയ്തു. 3 പ്രാവശ്യം സമൻസ് വന്നു. 4-ാം പ്രാവശ്യം വാറണ്ട് കൊണ്ടേ എൻ്റെ തന്നല്ല, എൻ്റെ അനിയത്തിക്ക് അമ്മയ്ക്ക് സുഹേലയുടെ വീട്ടിൽ ഗേറ്റിൽ കൊണ്ട് പ്രദർശിപ്പിച്ചിട്ട്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ കുമളിയിലൊരു അവയർനെസ് ക്ലാസ് വരും വനം വകുപ്പിൽ. അതിൻ്റെ അവിടെ ടാർഗറ്റിങ് എന്തായിരുന്നു? എലക്ഷൻ കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്നെ പൂട്ടണം എന്നുള്ളതായിരുന്നു. 8 പേര് ചേർന്നിരുന്ന് സംസാരിച്ചൊരു സംഭവം. 8 പേര്. അതിന് വനം വകുപ്പിൻ്റെ അധികാരി ഒരാളുണ്ടായിരുന്നു. ഒരു രാത്രി ഒരു 11 മണിയായപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ബഹളം കേട്ട് ഞാൻ നോക്കിയപ്പോൾ വേറെ കുറേ ആൾക്കാർ വന്നു. ഈ തല്ലുകൊണ്ട് പോയ പാമ്പ് വേറെ കുറേ പാമ്പിനെയും കൊണ്ടുവന്നു. വേറെ കുറേ പാമ്പ് കൊണ്ടുവന്ന് ഈ തല്ലിയ ആൾക്കാരെ എടുത്തിട്ട് തല്ലുന്നു. മനസ്സിലായല്ല? അതായത് എന്തിനു ഉപദ്രവിച്ചു എന്നുള്ള ചോദ്യമാണോ? അല്ല, പിന്നെ കള്ളു കുടിച്ചിരുന്നൊരു പാമ്പിനെ, കള്ളു കുടിച്ചിരുന്ന ഒരാളിനെ നാട്ടുകാർ തല്ലി. ആ പാമ്പ് പോയിട്ട് വേറെ പാമ്പുകളെ കൊണ്ടുവന്ന് തിരിച്ച് പകരം വീട്ടി എന്നുള്ളതാണ്. ആ പാമ്പുകൾക്ക് മാത്രമാണ് പകയുള്ളത്. എഴിഞ്ഞ് നടക്കുന്ന പാമ്പുകൾക്ക് പകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പാമ്പുകൾക്ക് പകയില്ല, മറ്റേ പാമ്പിന്. മനുഷ്യരാണ്. എനിക്ക് സുരേഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞില്ലേ, ബാക്കിയുള്ളിടത്തേക്ക് സർക്കുലേറ്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ചില ആൾക്കാർ പറയും മുറിവുണ്ടെങ്കിൽ അതിന് മേളിലൊരു കെട്ടി വെക്കണം ഹോസ്പിറ്റലിൽ പോകുന്നത് വരെയെന്ന്. ഇല്ലേ, അങ്ങനെ ചിലർ പറയാറുണ്ട്. നല്ല ചോദ്യമാണ് അത്. ശരിക്കും അത് ശരിക്കും അങ്ങനെ ചെയ്യണോ നമ്മള്? നല്ല ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഡോക്ടർമാർ തന്നെ തെറ്റിദ്ധാരണ പരത്തുന്നു. കാരണം ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ജില്ലയിൽ കുട്ടിക്ക് പാമ്പടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പാമ്പ് വനമില്ലാത്ത പാമ്പാണ്, ശരി, സമ്മതിക്കും. പുള്ളിക്കാരൻ പറഞ്ഞത് അവർ കെട്ടി വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും. പാടില്ല, ഉയർത്തി വെക്കണം. ഓക്കെ, കയ്യിലാണെങ്കിൽ കടിയിട്ടേ ഉയർത്തി വെക്കണം. എന്ത് വിവരമില്ലായിക്കാണെന്നറിയാമോ? അപ്പോൾ മൂർഖൻ പാമ്പ് കഴിച്ചു, കെട്ടി വെച്ച്. കെട്ടുന്ന എങ്ങനെ ടൈറ്റാക്കിയാണ് കെട്ടണം. പൊക്കി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? സർക്കുലേറ്റ് ചെയ്യും. ഹാർട്ടിലും വരും, തലച്ചോറിലും. ഡെത്ത് ആവില്ല. ഈ 4 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 5 ദിവസങ്ങൾക്ക് മുന്നേ ട്രിവാൻഡ്രത്തോട് തമാശയുണ്ട്, എല്ലായിടും നടക്കുന്നുണ്ട്. വഴുതക്കാട് എന്നുള്ള സ്ഥലത്ത് വീട്ടിൽ വെച്ചൊരു ചെറുപ്പക്കാരന് ചുവർ പാമ്പ് കടിച്ചു രാത്രിയിൽ. ചുവർ പാമ്പ് എന്നറിയപ്പെടും, ചുരുട്ടാന്നറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ വൂൾഫാണ്. വൂൾ സ്നേക്ക് കടിച്ച സമയത്ത് നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ പേടിച്ചു. പുള്ളിക്കാരൻ കൂളായിട്ട് ചെന്നുണ്ടെങ്കിൽ അവരെ ഐസിയിലാക്കി. പുള്ളിക്കാരൻ എന്നിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പേടിച്ചിട്ട് ബോധം കെട്ടുന്നു. ബോധം കെട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നിപ്പോൾ എന്ത് ചെയ്യുന്നത് അറിയാമോ? ബോധം കെട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൻറ്റിബയോനെ കൊടുത്തു. 10 വയൽ ആൻറ്റിബയോനെ കൊടുത്തു. ഈ 10 ദിവസം പോലും, 5 ദിവസം പോലും ആയിട്ടില്ല. ഇന്ന് മിനിങ്ങാന്നവരെ വിളിച്ച് 10 വയൽ ആൻറ്റിബയോനും. ഞാൻ പറഞ്ഞു, പൊട്ടത്തരമല്ലേ, ഈ ആൻറ്റിബയോൻ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്ന സമയം നമുക്ക് കാർഡിയക് അറസ്റ്റ് വരാം. അതിൻ്റെ പ്രതിരോധ മരുന്നെടുക്കണം. ഇയാൾക്ക് ഇനി നാളെ അത് വരില്ലെന്ന് പറയാൻ പറ്റുമോ? അത് ഡിസ്ചാർജ് ആയിപ്പോയി. മിനിങ്ങാന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. എന്നാലോചിച്ചു. അപ്പം മരുന്ന് കൊടുക്കുന്നതിലും ഉണ്ടാകുന്ന പിഴവുണ്ടാകും. നിൽക്കട്ടെ, കെട്ടി വെക്കണം. കെട്ടരുതെന്ന് ചില പാമ്പ് എന്താണെന്ന് അറിയാത്ത, പാമ്പ് കടി എന്താണെന്ന് അറിയാത്ത കുറേ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇവരൊക്കെ പറയുന്നത്, നിങ്ങളെ നോക്കി എത്രയും കടികളാണ് എനിക്ക്. 16 ക്രിട്ടിക്കൽ, 6 വെന്റിലേറ്റർ, 10 IC. ഇതിൽ ഞാൻ ഓരോ കടികളും പാഠമാക്കുന്നു, പഠിക്കുന്നു. പാമ്പ് കടിയിട്ട് കെട്ടണം, ഒരിക്കലും കെട്ടരുതെന്ന് പറയും. കെട്ടണം. കെട്ടുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. രക്തോട്ടം തടയുക എന്നല്ല. ഒരു കാരണവശാലും കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ടൈറ്റാക്കി കെട്ടരുത്. കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. കാരണം കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് മുറിവുണ്ടാക്കുമ്പോൾ ഞാൻ വെയിനാണ് കട്ടായി കഴിഞ്ഞാൽ ബ്ലഡ് വാർന്നു പോയിട്ട് മരണം സംഭവിക്കാം സാധ്യത കൂടുതലാണ്. അപ്പോൾ കെട്ടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല, കുറയ്ക്കുക. അപ്പം നമ്മൾ എപ്പോഴും വീതിയുള്ള തുണി ഉപയോഗിച്ചാൽ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ടത് അയാളെ പാനിക് ആക്കാതിരിക്കുക. അതായത് ധൈര്യം കൊടുക്കുക.
എന്നിട്ട് പിടിച്ച് അദ്ദേഹത്തിന് ആ ലോകത്തുനിന്ന് മാറ്റുക, പാമ്പടിയുന്ന ലോകത്തുനിന്ന് മാറ്റിക്കൊണ്ട്. ഞാനങ്ങനെയാണ്, ഞാൻ തമാശയൊക്കെ പറഞ്ഞ് ഞാൻ പോടാ അത് പാമ്പൊന്നും അല്ല എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞാൽ എനിക്കറിയാം കോബ്രയാണ് കടിച്ചെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരു കടി കിട്ടുമ്പോൾ കടിയുടെ മുറിവ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെതാണ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പിടിച്ചിരുത്തുക, പേടിപ്പിക്കുക, പിടിച്ചിരുത്തുക. അതിനുശേഷം നടക്കാനോ കിടക്കാനോ അനുവദിക്കരുത്. നമ്മളോ അധികമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണ് അത് 2 വിരൽ 3 വിരൽ വീതിക്ക് നല്ല നീളത്തിന് കീറിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു കൈ അകലം എവിടെയാണോ കടിയിട്ട് അവിടെ നിന്ന് ഒരു കൈ അകലം എടുക്കുക. എല്ലാം പെട്ടെന്നായിരിക്കും, അല്ലാതെ ഇവിടെ കടിച്ചാ നോക്കട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നിട്ട് കുറേ അരമണിക്കൂർ പതുക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെയല്ല. എല്ലാം ആ ഒരു അകലം എടുത്തിട്ട് അവിടെ നിന്ന് തുണി വെച്ച് ചുറ്റി കെട്ടുക. ഒരു കാരണവശാലും രക്തഓട്ടം തടയരുത്, കുറയത്തക്ക രീതിയിൽ കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കയറി കുറച്ചുകൂടെ മേപ്പോട്ട് കെട്ടുക. കയ്യിലാണ് കടിയേറ്റൽ ഒരിക്കലും ഉയർത്തി വയ്ക്കുക. ഉയർത്തി വയ്ക്കുമ്പോൾ സർക്കുലേഷൻ കൂടും, ഡെത്തിലേക്ക് പോകും. അതാ ഇങ്ങനെ വെക്കുക, എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിലെത്തി. കാലിലാണ് കടിയേറ്റ, കടിച്ച ഭാഗം കെട്ടി നിവർത്തി വെക്കുക, എന്നിട്ട് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കോബ്ര ബൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ശ്വാസം മുട്ടലുണ്ടാവും, ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴും മലർന്ന് കിടന്നാലും ശ്വാസം എടുക്കാൻ പറ്റില്ല, കമിഴ്ന്ന് കിടന്നാലും ശ്വാസം എടുക്കാൻ പറ്റില്ല. ഇടതുവശം ചരിഞ്ഞ് കിടന്നാലും ഡെത്തിന് സാധ്യത കൂടുതൽ. കാരണം കോബ്ര കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്, നമ്മൾ ശ്വാസം എടുത്ത് ചുരുക്കുന്ന സാധനം. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ ഹാർട്ടിനെ പ്രഷർ ചെയ്ത് വരുന്ന സമയത്ത് ഈ ശരീരം കൂടെ കിടക്കുമ്പോൾ അതും പ്രഷറാണ്, അപ്പോൾ ഡെത്തിലേക്ക് കൂടും. വലത് സൈഡ് ശ്രദ്ധിച്ച് കേൾക്കണം, വലത് സൈഡ് ചരിഞ്ഞ് കിടക്കണം. അപ്പോൾ കഫം നമുക്ക് പുറത്തേക്ക് പോകും. അവിടെ നമുക്ക് ഹാർട്ട് സേഫാണ്. കഫം പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും അദ്ദേഹത്തിന്, അതായത് ശ്വാസം എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഉടനെ ആൻറ്റിവനാണോ കൊടുക്കുന്നത്? എൻ്റെ ചോദ്യമാണ്, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് പാമ്പടി കിട്ടി, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം ഒരു ബ്ലഡ് ടെസ്റ്റ്. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ പറയും, ഇപ്പോൾ കോബ്ര വൈറ്റ് ഇത്രയുള്ള കോബ്ര 10 വയൽ ആൻറ്റിവനെ സ്റ്റാർട്ട് ചെയ്യാം ഉറപ്പായിട്ട് പറയും, കുഴപ്പം. അപ്പോൾ ഒരു പേഷ്യൻ്റ് വരികയാണ്, അപ്പോൾ പെട്ടെന്ന് അത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോക്ടർമാർ എന്താ ചെയ്യുകയെന്ന് അറിയാമോ? ഇൻറ്റിബേറ്റ് ചെയ്യും, വെന്റിലേറ്റ് ചെയ്യും. വെന്റിലേറ്റ് ചെയ്താൽ അദ്ദേഹം 70% ജീവിച്ചു എന്നുള്ളതാണ്. അവിടെ മരുന്നിനല്ല പ്രാധാന്യം, ശ്വാസം എടുക്കണം. അപ്പോൾ അത് വെന്റിലേറ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയി, അത് കഴിഞ്ഞ് ആൻറ്റിവനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ വെന്റിലേറ്റർ ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പം നമ്മളെല്ലാം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, താലൂക്ക് ഹോസ്പിറ്റലുകളിൽ എന്തോ അവിടെ മറിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ അതിന് എതിരാണ്. കാരണം ഉറപ്പായിട്ട് പറയും, എൻ്റെ പേരിൽ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഏത് നമ്മളിപ്പോൾ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ രാത്രി ഡോക്ടറുണ്ടോ? അവിടെ സാധാരണ പറഞ്ഞത് പനി, ജലദോഷം ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിന് വേണ്ടുന്ന ഡോക്ടർമാരെ, ജനറൽ മെഡിസിൻ അങ്ങനത്തെ ആൾക്കാർ, പക്ഷേ അവർ PG പഠിച്ചു വരുന്ന കുട്ടികളാണ്. അവർക്ക് ഇതിന് നമുക്ക് ആൻറ്റിവനം കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഡോക്ടർ പഠിച്ചിറങ്ങും. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ തിയറി അനുസരിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് പഠനം മനസ്സിലാക്കിയ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹെഡ് ഇതിനുവേണ്ടി പ്രത്യേക കോഴ്സ് കൊടുക്കണം. നമ്മൾ നാട്ടിൽ നടക്കുന്നുണ്ടോ? എന്നാണ് എൻ്റെ വിശ്വാസം. 100% ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ പാവപ്പെട്ട ചെറുപ്പം ഒരു PG വിദ്യാർത്ഥി ആയിരിക്കും. അദ്ദേഹത്തിന് അവിടെ ചില ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഇത് പാമ്പേടിയാണോ എന്താണ്, ഇത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുക? കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും. അത് ഏറ്റവും അവസാനത്തെ ഗോൾഡൻ അവർ ആയിരിക്കും അത് മാറി വരുന്നത്. അപ്പോൾ ഡെത്ത് അവറിലേക്ക് പോകും. അപ്പോൾ ഇത് അവർക്കൊരു കോഴ്സാക്കി എല്ലാ MBBS കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇതൊരു കോഴ്സാക്കി മാറ്റണം. അത് അവർക്കെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടാക്കണം, കൊടുക്കണം. അപ്പോൾ അതില്ല. അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ അതില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആൻറ്റിവനം ഉണ്ടെന്ന് പറയപ്പെടും. ആൻറ്റിവനം വാങ്ങി ചോദിച്ചാൽ ഈ വെന്റിലേറ്റർ ഇല്ലാത്ത കൊടുക്കാനുണ്ടാത്ത ഡോക്ടറിന് എന്ത് ചെയ്യാനാ പറ്റുക? ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. മനുഷ്യനെ മനഃപൂർവ്വം കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൻറ്റിവനം ചെയ്യാനുള്ള ഹോസ്പിറ്റൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തുകാർക്ക് എനിക്ക് പറയാൻ പറ്റുക, ഏഷ്യയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ലതാണ് ട്രിവാൻഡ്രം മെഡിക്കൽ. ബാക്കി ഒരുപാട് പ്രൈവറ്റ് ഉള്ള സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് നമുക്ക് ഇതിൽ ബെസ്റ്റ് പേര് കൊടുക്കേണ്ടതായിട്ട് നമുക്കില്ല. അത് അവർ മറ്റുള്ള സംഘടനകൾ ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ആൻറ്റിവനം കിട്ടാൻ. പിന്നെ വേറെ ദിവസമുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പ്രഭാതമായ ഒരു ഹോസ്പിറ്റലാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മയ്ക്ക് ഒരു പാമ്പ് കടിയിട്ട്. ഇപ്പോൾ ഞാൻ പാമ്പ് കടിയിട്ട് വെന്റിലേറ്ററിലാണ് കുറച്ച് കാലം മുമ്പ്, 8 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ അമ്മയ്ക്ക് പാമ്പ് കടിയിട്ട് കൊണ്ട് അമ്മയിൽ ചതച്ചുകൊണ്ടുന്ന സമയത്ത് കടിയിട്ട് അമ്മ എന്ത് ചെയ്താൽ പാമ്പ് കയറിപ്പോയി മാളവന്ന് അടച്ചു വെച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു പ്രമാദം ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റായിട്ട് 2,80,000 ബില്ല് വന്നു. 8 ദിവസം കിടന്നു. അപ്പോൾ 30 വേല ആൻറ്റിവനം എടുത്ത് ബില്ലിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഈ അമ്മയ്ക്കൊരു സംശയം. അമ്മ ഇറങ്ങി വന്നപ്പോൾ അമ്മയ്ക്ക് പിന്നെ ഒരു സംശയം. കടിപ്പാടം ഒന്നുമില്ല. ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കടി കിട്ടുന്ന പടം കണ്ടു. അപ്പോൾ അമ്മ അത് കഴിഞ്ഞ് മോനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ ചെന്ന് അവിടെ ആ മാളം പൊളിച്ച് നോക്കിയപ്പോൾ അതിനകത്തിരുന്ന് നീർക്കോലിയായിരുന്നു, ചത്തില്ല. നീർക്കോലിയുടെ കടിയേറ്റ് ആൻറ്റിവനും കൊടുത്തിട്ടില്ല അമ്മയ്ക്ക്. അമ്മയ്ക്കാനുള്ള ക്ഷീണമൊന്നും നമ്മൾ പയർ പോലെ ഇരിക്കുന്നു. അമ്മയ്ക്ക് വെറുതെ ട്രിപ്പും കൊടുത്ത് വെറുതെ TT എടുത്ത് 10-15 ലക്ഷം ബ്ലഡും എടുത്തിട്ട് വെറും 10,000 രൂപ ചിലവായ സാധനത്തിന് 2,80,000 ബില്ല് വാങ്ങിച്ചു വന്നിട്ട് ഒന്ന് ആലോചിച്ചു. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തൊരു ഹോസ്പിറ്റൽ, പ്രമാദമായ ഹോസ്പിറ്റലാണ്. ഒരു 6-7 വർഷങ്ങൾക്ക്, ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ ഒരു പാമ്പ് കടി, 14ാമത്തെ നിലയിൽ നിന്ന് പാമ്പ് പിടിച്ചു. അപ്പോൾ AC പണിയാൻ പോയപ്പോൾ കടി കിട്ടി. ഞാൻ അപ്പോഴും വെന്റിലേറ്ററില്ല, വേറൊരു കടിയിൽ ഞാൻ വെന്റിലേറ്റർ. അപ്പോൾ അന്നും ഈ കടി കിട്ടിയ സമയത്ത് എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവർ ഈ പാമ്പിനെ തല്ലിക്കൊന്ന് ഫ്രീസറിനകത്ത് വെച്ചു. കടി കിട്ടിയ ആൾ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. 15 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്ത് വീട്ടിൽ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പത്രത്തിലെ സുഖപ്പെട്ട് വന്നു എന്നുള്ള വാർത്ത പുള്ളി കണ്ടു. അതുകൊണ്ട് ആ ഫോട്ടോ എനിക്ക് വാട്സാപ്പ് അയച്ചു. വെനമില്ലാത്ത ഫ്ലൈങ് സ്നേക്ക് എന്നറിയപ്പെടുന്ന, നാഗത്താൻ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ കടിയേറ്റിട്ട് 3,40,000 രൂപ വാങ്ങിച്ചു. 15 ദിവസം ആലോചിച്ചു. ഇത് എൻ്റെ ഒരു ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം സുരേഷേട്ടനോട് ചോദിച്ചു, പലർക്കും ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചില്ലേ, അന്ന് പിടിച്ച ഒരു കറുത്ത പാമ്പ്, വെള്ളപ്പുൾ, അത് ശംഖുവരയന്റെ പോലെ ഇരിക്കുന്ന ഒരു പാമ്പ്. നമ്മളതിലേക്ക് വരികയാണ്. ആ ചോദ്യം നേരത്തെ തൃശ്ശൂരത്തെ കടിയിലേക്കാണ്, അതിൻ്റെയൊക്കെയാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം കണക്ട് ചെയ്യേണ്ട തിരിച്ചതിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കൃത്യമായിട്ട് അവൻ ബിസിനസ്സായി മാറി. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയുന്നില്ല ആരും. ഞാൻ മെനക്കെടാറുണ്ട്. ഞാൻ കേരളത്തിലെ ഏത് പാമ്പടിയില്ല അവിടുത്തെ ആ നാട്ടുകാരെ വിളിച്ച് അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. എങ്ങനെ കടികെട്ടി, ഏത് സാഹചര്യത്തിൽ കടി, ഇതിനൊരു പഠനം വേണം. എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ കടികെട്ടി നോൺ വെനമസ് ബൈറ്റും നമ്മൾ സ്റ്റഡി ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനൊന്നും ഉണ്ട്. ഇവിടെ ഡെത്ത് ബൈറ്റും വെനമസ് ബൈറ്റും നമ്മൾ സ്റ്റഡി ചെയ്യണം. ഒന്ന്, എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി, ഈ സമയം എത്രയാണ്, എത്ര ആൻറ്റിവെനം എടുത്തു, എത്ര മണിക്കൂർ, എത്ര ഉദ്ദേശം, എത്ര മണിക്ക് കടി കിട്ടി, ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിനൊക്കെ ആരെങ്കിലും പഠിക്കാറുണ്ടോ? ഒന്നുമില്ല. ഇതെല്ലാം നമ്മളെ പഠനങ്ങൾ. മരുന്ന് കൊണ്ടും ഇപ്പം നമുക്ക് കോമയിൽ പോകുന്ന ഒരാളിന്, കോമയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ മരുന്ന് ഡെവലപ്പ് ചെയ്യും. മരുന്നിൽ ഇപ്പം നമുക്ക് കോബ്ര കടിച്ചു. ഇപ്പം നമ്മൾ ഏറ്റവും ഒരു അവയർനെസ്സിൽ പറയാനുണ്ട്. നമ്മുടെ നാട്ടിൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ ദിലീപ് കാര്യവട്ട യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്രം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ യൂണിറ്റ് ഒരു വലിയ, അത് നമ്മൾ മറന്നു വരുന്നത്, ഒരു വലിയൊരു മഹത്തായ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. പ്രഗ്നൻസി കിറ്റ് പോലെ ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്തു. നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ അതും വഴി ഇവരാണ് റിസർച്ചിന് കൊടുത്തിട്ട് വെനത്തിൻ്റെ പെർമിഷൻ കൊടുക്കാത്തത്. ഇല്ലെങ്കിൽ അവർ പാൻറ്റീവനം കണ്ടെത്തി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആ കിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാം. അപ്പോൾ നമ്മൾ പാമ്പ് പിടിച്ച ഒരാൾ ബ്ലഡ് പരിശോധിക്കണം. റിപ്പോർട്ട് വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് റിപ്പോർട്ട് വന്നിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കണം. സിംറ്റംസ് ആണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവും. അവസാന സ്റ്റേജിലായിരിക്കും സിംറ്റംസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് മരണത്തിൽ ഈ കിറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ പാമ്പ് പിടിച്ചൊരു, ഇപ്പം എനിക്ക് എനിക്ക് പാമ്പ് പിടിയിട്ടു. ഇപ്പം എന്നല്ല, ഞാനൊരു സാധാരണക്കാരൻ. പാമ്പ് പിടിക്കുന്ന കടികിട്ടിയ ഡോട്ടിൽ നിന്ന് ഒരു തുള്ളി ആ പോയിന്റിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡോ ഒരു എന്താ പറയുക, ഒരു തുള്ളി യൂറിനോ കിട്ടിയാൽ ഇത് ഈ കിറ്റിലേക്ക് ഇടുമ്പോൾ ഉടനെ അറിയാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് അറിയാൻ പറ്റും ഏത് പാമ്പാണ്. കോബ്രയാണോ, ക്രൈറ്റാണോ, ഹംബിനോസറാണോ, അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഫൈനലി റിസർച്ചാണ്. ഈ ഒരു വർഷത്തേക്ക് നമ്മൾ വിപണിയിലെത്തുന്നത് നമുക്കെത്തും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തിനാ മരുന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് മിക്സഡ് ആൻറ്റിവെനം, രാജവമ്പാലം കടിച്ചാലും ഒന്ന് തന്നെയാണ് കൊടുക്കുന്നത്, മൂർഖൻ കടിച്ചാലും ഒന്ന് തന്നെയാണ് കൊടുക്കുന്നത്, അണലി കടിച്ചാലും കൊടുക്കുന്ന ഒന്ന് തന്നെ, എല്ലാം ഒന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡെത്തിലേക്ക് കൂടുതൽ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആകുമ്പോൾ ആ മരുന്ന് മാത്രം കൊടുത്താൽ മതി. അപകടമുണ്ട്. മറ്റേ നമുക്ക് ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് വരുന്ന സാധനമുണ്ട്, ഇങ്ങനെ കുറേ സാധനം. അപ്പോൾ അതിൻ്റെ മരുന്ന് ഇങ്ങനെ കുറേ. അപ്പോൾ ഇത് ആ മൂർഖൻ കടിച്ച മൂർഖൻ്റെ മരുന്ന് മാത്രം കൊടുക്കാം. അങ്ങനെ ഈ കിറ്റ് ഇപ്പോൾ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ലാബ് ടെസ്റ്റിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡെത്തിൻ്റെ എണ്ണം കുറയ്ക്കാം. ഡെത്തിന് വളരെ കുറയും. ആ മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് നല്ല ജീവിതത്തിലേക്ക് കൊണ്ട് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സിനിടയിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. ഇതുപോലെ വേറെ ദിവസം എന്താ അറിയാം, വെനം എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീനാണ്. വെനം എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു തൊഴുത്ത് കടിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഹൈ പ്രോട്ടീനായ ഒരു ഇഞ്ചക്ഷൻ നമുക്ക് എടുക്കുമ്പോൾ നല്ല വേദന, പെയിൻഫുള്ളാണ് ഏതെടുത്താൽ. അപ്പോൾ അവിടെ തന്നെ ഈ പാമ്പടി എടുക്കുമ്പോൾ ആ സ്ഥലത്ത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ. പിന്നെ പറ്റും. വെനമാണെങ്കിൽ നല്ല ചൂടാണ്, പെട്ടെന്ന് അറിയാൻ പറ്റും. നോൺ വെനമസ് ആണെങ്കിൽ ചൂടുണ്ടാകത്തില്ല, പെട്ടെന്ന് അറിയാൻ പറ്റും. ഏത് ഡോക്ടർക്കും അത് ചെയ്യാൻ പറ്റും.
എത്രയും പെട്ടെന്ന് ഇപ്പം നമുക്ക് വനമുണ്ട്, ഇപ്പോൾ മൂർഖനാണെങ്കിലും ശങ്കുവിന് ഏതോ ആയിക്കോട്ടെ, പെട്ടെന്ന് നമുക്ക് ആൻറ്റിവനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവിടെ സിംറ്റംസ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ധൈര്യമായിട്ടുണ്ട് വേറെ ഒന്നും ആ സിംറ്റംസ് കാണിക്കുകയില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ ഒരു പാമ്പ്, പുതിയൊരു പാമ്പിനെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു തുറന്നു വിടുന്നു, ആ പാമ്പ് ഈ വീടിനടുത്ത് എവിടെയെങ്കിലും ആണെന്നിരിക്കട്ടെ, അത് പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊടുക്കും അവിടെ ഇടകാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നേരെ നോക്കി കഴിഞ്ഞ് വരുന്നത് വാതിൽ മണിക്കുട്ടിയുടെ വാതിൽ പറഞ്ഞാൽ അകത്തോട്ട് വരും. അങ്ങനെ അവൻ നേരെ കയറിപ്പോൾ അവനറിയില്ല വാതിലാണെന്നുള്ളത്. കാറ്റ് വരുന്ന സ്ഥലത്തോടെ അവൻ കയറി, കാറ്റ് വരുന്ന അവൻ്റെ വഴിയാണ്, അവൻ നേരെ സഞ്ചരിച്ച് പോകുന്നു. ഒന്നും വേണ്ട, ഈ നിങ്ങളൊരു റൂമിനകത്തൊരു ചേര കയറി, റൂമെല്ലാം കാറ്റ് കയറാൻ അടച്ചിട്ട് ഞാൻ എയർ ഹോൾ മാത്രമല്ല, എയർ ഹോളുകൾ കാറ്റ് വരുമ്പോൾ ചേര കണ്ടിട്ടുണ്ട്, തല ഇങ്ങനെ പൊന്തിച്ചിട്ട് എയർ ഹോളിൻ്റെ അവിടത്തേക്കുള്ള നാക്ക് വെച്ച് സെൻസ് അത് എയർ വരുന്നു, അതവൻ്റെ വഴി, അവന് പോകാനുള്ള വഴിയാണെന്ന് പറഞ്ഞാൽ അവൻ നോക്കുന്നത്. ഇതൊന്നും നമ്മുടെ ആൾക്കാർക്ക് പഠിക്കാറില്ല. ഞാൻ ചോദിച്ചിട്ട് പന്നി പാമ്പിനെ തിന്നുന്നൊരു ജീവിയാണെന്ന് ഞാൻ വിശ്വസിക്കും. പന്നി, കാട്ടുപന്നി പാമ്പിനെ വേട്ടയാടുന്ന ഏറ്റവും നല്ലൊരു ജീവിയാണെന്ന് ഞാൻ വർഷം കൊണ്ട് പറയുന്നൊരു കാര്യം. പന്നി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ പാമ്പിൻ്റെ എണ്ണം കുറവാണ്. എന്തെങ്കിലും പഠനമുണ്ടോ നമ്മുടെ നാട്ടിൽ? സൗകര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ തമാശ, ഒരൊറ്റ കാര്യം, ഒരു 10 വർഷം കൊണ്ട് ഞാൻ തലങ്ങും വിലങ്ങും ഞാൻ പറയുന്നു, ഈ നമ്മുടെ ടുഡേ ഗേറ്റ്, മരപ്പട്ടി, കല്ലുണ്ണി, ഞാൻ പിടിക്കാത്ത സാധനങ്ങളില്ല. ഇതിന് ഒരു സൈഡിൽ ബാക്ക് കാലിങ്ങനെ തളർന്നിട്ട് എൻ്റെ ഇതിങ്ങനെ തളർന്നിട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകും, മരിച്ചു. മരപ്പട്ടി, പഴയുണ്ണി, കല്ലുണ്ണി എന്നത് എന്തെങ്കിലും പഠനമുണ്ട് എന്താണെന്നുള്ളത്? ഒരു വൈറസാണെന്ന് ഞാൻ എത്ര വർഷം കൊണ്ട് പറയുന്നത്, ഒരു വൈറസാണ്, നാളെ സമയത്ത് മനുഷ്യനെ പിടിക്കണമെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു റിസർച്ച്, ഒരു പഠനമുണ്ടോ? ഒരു സീക്രട്ട് ഉണ്ട്, എന്താണെന്ന് അറിയാം. അത് ചെയ്യാൻ പറ്റില്ല, ആരും ചെയ്തില്ല, പോട്ടെ, കുഴപ്പമില്ല. ഈ കഴിഞ്ഞ 2024 നമ്മുടെ എന്താ പറയുക, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 25 കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം നടന്നു. നിങ്ങളാരെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാർത്ത ചെയ്തിട്ടുണ്ടോ? 24 എണ്ണത്തിന് പേരും, ഒരെണ്ണം മാത്രമാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ചിലർ പറയും അടിച്ചു കൊല്ലണം ഇതിനെ, നമുക്ക് ദോഷ. അതേമാതിരി എനിക്ക് ഈ കൗതുകം തോന്നുന്ന ചില ചോദ്യങ്ങളാണ്. പാമ്പിന് ഭയങ്കര പകയാണ്, നമ്മളൊന്ന് കല്ലെടുത്തെറിയോ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ച് തേടിയെത്തും എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ചില ആൾക്കാർ ഇതിനെ തല്ലിക്കൊല്ലുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും അതൊക്കെ ഉള്ളതാണോ? നല്ല ചോദ്യമാണ്. കാരണം ഈ അടുത്ത കാലത്ത് എൻ്റെ നാട്ടിലൊരു പാമ്പിനെ 3-4 ചെറുപ്പക്കാരൊന്നും തല്ലി, ചത്തില്ല, അത് രക്ഷപ്പെട്ടു പോയി. ഒരു 8 മണി സമയത്താണ് വൈകിട്ട്. ഒരു രാത്രി ഒരു 11 മണിയായപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, ബഹളം കേട്ട് ഞാൻ നോക്കിയപ്പോൾ വേറെ കുറേ ആൾക്കാർ വന്ന് ഈ തല്ലുകൊണ്ട് പോയ പാമ്പ് വേറെ കുറേ പാമ്പിനെ കൊണ്ടുവന്നു. വേറെ കുറേ പാമ്പിനെ കൊണ്ടുവന്ന് ഈ തല്ലിയ ആൾക്കാരെ എടുത്തിട്ട് തല്ലുന്നു. തല്ലുകൊണ്ട പാമ്പ് തല്ലും വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാമ്പിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ പാമ്പുകളെ കൊണ്ടുവന്ന് ഈ തല്ലിയ പാമ്പുകളെ തല്ലി. മനസ്സിലായോ എന്താണ്? അതായത് എന്തിനു ഉപദ്രവിച്ചു എന്നുള്ള ചോദ്യമാണോ? അല്ല, പിന്നെ കള്ളു കുടിച്ചിരുന്നൊരു പാമ്പിനെ, കള്ളു കുടിച്ചിരുന്ന ഒരാളിനെ നാട്ടുകാർ തല്ലി. ആ പാമ്പ് പോയിട്ട് വേറെ പാമ്പുകളെ കൊണ്ടുവന്ന് തിരിച്ച് പകരം വീട്ടി എന്നുള്ളതാണ്. ആ പാമ്പുകൾക്ക് മാത്രമാണ് പകയുള്ളത്, എഴിഞ്ഞു നടക്കുന്ന പാമ്പുകൾക്ക് പകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പാമ്പുകൾക്ക് പകയില്ല, മറ്റേ പാമ്പിന് അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ പാമ്പുകൾ, ഇപ്പോൾ ഒരു കള്ളു കുടിച്ചിരിക്കുന്ന ആൾ നമ്മൾ തല്ലി, നാളെ അദ്ദേഹം കൃത്യമായിട്ടൊന്ന് പകരം ചോദിക്കാൻ ചറുവരെ കൂട്ടിയത്. ഈ പാമ്പുകൾക്ക് ഓർമ്മയില്ലാത്ത പാമ്പിന് ആ മണിക്കൂട്ടനാണ് തല്ലിയെന്ന് പറഞ്ഞ് തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട്. പനത്തി പകവച്ച് ഓർമ്മയില്ലാത്ത ജീവി ഓർത്ത് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കഥകളാണ്, ഇതെല്ലാം തട്ടിപ്പാണ്. ലോകത്ത് പാമ്പുകൾക്കെന്ന് പറഞ്ഞ ജീവിക്ക് പകയില്ല. പകയുണ്ടാവണമെങ്കിൽ എന്നെ കൊത്തിക്കോളണം. ഞാൻ ഈ പാവപ്പെട്ട ഞാൻ ചെയ്യുന്നൊരു ദ്രോഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കും ഫാമിലിയുണ്ട്, എല്ലാവരും ഫാമിലിയോട് ജീവിക്കാൻ ഭൂമിയിൽ അവകാശമുണ്ട്. ഇപ്പോൾ 2 പാമ്പുകൾ ഇണചേർന്ന്, ഒരു മെയിലും ഫീമെയിലും ഇണചേർന്ന സമയത്ത് ഞാനിതിനെ പിടിച്ച് കാട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ആ ജീവിയോട് ചെയ്യുന്ന എന്ത് ദ്രോഹമാണ്? അത് കാട്ടിക്കൊണ്ടിടുമ്പോൾ അവരിനെ ഒരുമിച്ച് ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 2 സ്ഥലത്ത് ഞാൻ മാത്രമേ എല്ലാവരും ചെയ്യുന്നത്, ഞങ്ങൾ പാമ്പ് കൊടുത്തത്. അപ്പോൾ അതൊന്നും ഒരു പാമ്പുകളെ സേവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട്. പിന്നെ ഈ വനത്തിനകത്തൊരു വലിയൊരു നാശം സംഭവിക്കാൻ പോകും. എന്തായിരിക്കും നാശം? എക്കോ ബാലൻസിങ്ങിന് തകരാറ് വരാൻ പോകുന്നു. കാരണം ഞാൻ പേര് പറയാം. ഞാൻ ആറാട്ടി എന്നൊരു സംവിധാനം ആദ്യം രൂപീകരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലും കോന്നിയിലൊക്കെ. അപ്പോൾ ആ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന സംഘം. അപ്പോൾ ഇവരോടൊപ്പം ഞാൻ പാമ്പിനെ തുടർന്ന് കാട്ടിപ്പോവാറ്. പോകുന്ന സമയത്ത് അശോകൻ സാറ്, ഗോപി സാറ്, ബാബു സാറ്, പ്രവീൺ, ഹരിസ് സാറ്, അരുൺ സാറ്, വിജയൻ സാറ്, ഇങ്ങനെ കുറേ പേരുണ്ട്. പാമ്പിനെ നമ്മൾ ഒരു പ്രാവശ്യം റിലീസ് ചെയ്യുമ്പോൾ ഞാൻ പറയും, സാറേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റിലീസ് ചെയ്ത സ്ഥലത്ത് നോക്കാമെന്ന് പറയും. അതിന് മുന്നേ വിട്ടെടുത്ത് നമ്മൾ നോക്കാം, ഒന്നും കണ്ടിട്ടില്ല.
നമ്മളൊരു സ്ഥലത്ത് പുതിയ പാമ്പിനെ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത്, ഞാൻ എപ്പോഴും പറയും ഹമ്മിങ് ബേഡ്സ് ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്, ബുൾബുൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്, ചൂളക്കാക്കുന്നൊരു സാധനം താഴെ മുട്ടയിടുന്ന ജീവികളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളൊരു 50 എണ്ണത്തിന് വിട്ടു, അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമ്മളവിടെ നോക്കും. അപ്പം അടുത്ത പ്രാവശ്യം ഇവരൊന്നും അവിടെ ഇല്ല, ഇവരെയൊക്കെ ഇവർ ഫുഡാക്കും. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇവർ ഫുഡാക്കും. വേറെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഈ പച്ചിലകളെ സംരക്ഷിക്കുന്ന പുഴുക്കളെ തിന്നുന്ന സാധനമാണ് ഈ ചെറിയ ഹമ്മിങ് ബേഡ്സ്. അപ്പോൾ ഇത് വർദ്ധിക്കുന്നു. അപ്പം നമുക്ക് പച്ചിലകളുടെ നാശം, അടിക്കാടുകളുടെ നാശം ഉണ്ടാവാൻ പോകും. ഒന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷെൽട്ടർ ചെയ്യണം. എല്ലാ പാമ്പുകളെയും ഷെൽട്ടർ ചെയ്യരുത്. അത് നമുക്കിപ്പോൾ ഒരു 6 വയസ്സോളം പ്രായമുള്ള അല്ലെങ്കിൽ 5 വയസ്സോളം നമുക്ക് വെനം മിൽക്ക് ചെയ്യാൻ പറ്റുന്ന പാമ്പുകളെ മാത്രം ഷെൽട്ടർ ചെയ്യും. ബാക്കിയുള്ള പാമ്പുകൾ അവർക്ക് ഇപ്പോൾ എല്ലാ പാമ്പുകളും ടെറിട്ടറിയിലാണ്. എന്നുവെച്ചാൽ അവർക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് അവരുടെ ടെറിട്ടറിയിൽ, അവർക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അവരുടെ ടെറിട്ടറി. അല്ലാതെ സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല. ഇപ്പോൾ അണലിക്ക് ഒരു ട്രൈ മേഖല, അവർ കോബ്രയ്ക്ക് വെള്ളമൊക്കെ കിട്ടുന്ന തണുത്ത മേഖല, ക്രൈറ്റിന് മണ്ണിൻ്റെ അടിയിലൊക്കെ, ഹംബിനോസർ പിറ്റിവേപ്പർ, മലബാർ പിറ്റിവേപ്പർ, വള്ളിപ്പടപ്പും അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ ഈ ഹംബിനോസർ പിറ്റിവേപ്പർ എന്നൊരു പാമ്പ് ബിഗ് 4 കാറ്റഗറി പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കടിയേറ്റ് ഡെത്ത് ഇല്ലായിരുന്നു നാടൻ ചികിത്സ സമയത്ത്. നാടൻ ചികിത്സ ഇപ്പോൾ 6 മരണം, അടുത്ത കാലത്ത് 4 ഇപ്പോൾ 6 മരണമായി. ഒരു കുട്ടി, കോട്ടയത്തെ മോൾ ഉൾപ്പെടെ 6 മരണമായി. എന്തെങ്കിലും ഒരു സ്റ്റഡി ഉണ്ടോ? ഇല്ല. നമ്മുടെ ഈ പ്രോഗ്രാം ഒരിക്കലും ഒരു സാധാരണ പാമ്പ് പിടുത്തക്കാരുടെ ഇതിലുള്ളൊരു പ്രോഗ്രാമായി മാറരുത്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയും. കാരണം ഒരു സ്റ്റഡിയില്ല. അതിന് ആ കുട്ടി 4 മരണം. എന്നാലും മരുന്നുണ്ടോ? ഹംബിനോസർ പിറ്റിവേപ്പർ ബിഗ് 4 കാറ്റഗറിയാണ്. ബിഗ് 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് കടിയേറ്റ് മരണം ഇതുവരെ ഇല്ലാത്ത മരണം ഇപ്പോൾ നടക്കും. ഹംബിനോസർ പിറ്റിവേപ്പർ എന്ന് പറയുന്ന പാമ്പ് വൈപ്പർ ഫാമിലിയാണ്. വെനമില്ലാത്ത പാമ്പുകളായിരുന്നു ഇത്. ഇതിന് വെനമുണ്ട്, പക്ഷെ ഡെത്ത് ഇല്ലായിരുന്നു മുൻകാലം. അതെന്തുകൊണ്ടില്ലായിരുന്നു ഒരു പഠനമുണ്ടോ? നാടൻ ചികിത്സ കൊടുത്തപ്പോൾ രക്ഷപ്പെട്ടിരുന്നു, മോഡേൺ മെഡിസിൻ കൊടുത്തപ്പോൾ മരണപ്പെടുന്നു. എന്തുകൊണ്ട്? പഠനങ്ങളില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കുഴപ്പം. ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് എന്നെ ആർക്കും കണ്ടുകൂടാത്തത്. നമ്മൾ മിണ്ടാതിരിക്കുക. ഞാൻ നിൽക്കുന്ന മേഖല ഇപ്പോൾ ഉത്തരാ കൊലക്കേസ്, നിങ്ങൾക്കറിയാലോ. ഉത്തരാ കൊലക്കേസ് പോലുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ നടക്കൂല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം നടന്നില്ല. ഞാൻ എല്ലാ സ്നേക്ക് ബൈറ്റും സംശയദൃഷ്ടിയോട് കാണുന്ന ഒരാളാണ്. എല്ലാ സ്നേക്ക് ബൈറ്റും, വീട്ടിനകത്തുള്ള സകല സ്നേക്ക് ബൈറ്റും, വീട്ടിന് പുറത്തും. കാരണം ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു മരകമായ അപകടം, ഇപ്പോൾ പാമ്പിനെ പിടിക്കാനായിട്ട് ട്രെയിനിങ് നേടി കുറേ ആൾക്കാർ പുറത്തേക്ക് പോകും. ഇവർ ട്രെയിനിങ് നടന്നു. ആ പേരും ലിസ്റ്റും മാത്രമേ വനം വകുപ്പിൻ്റെ ഉള്ളൂ. ഇവർ പിന്നെ പ്രത്യക്ഷത്തിലില്ല. ഇവരുടെ ലക്ഷ്യം എന്തായിരിക്കണം? ആ സുരേഷിനെ പോലെ. ആ സുരേഷ് പാമ്പിനെ കൊടുത്തിട്ടാണ് സൂരജ് വാങ്ങിയത്. സൂരജിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഭാര്യയെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്ര പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഇതിൽ നിന്ന് പോയിട്ട് ട്രെയിനിങ് ചെറുതായിട്ട് പാമ്പിനെ തൊട്ട് ഭയം മാറി പോയിട്ട് കാശ് വാങ്ങിച്ച് പാമ്പിനെ പിടിക്കുന്ന എത്ര പേര് നിങ്ങൾക്ക് വേണം? എത്ര പേർ? അവർ പ്രത്യക്ഷത്തിലൊന്നുമില്ല. അവർ പിടിക്കുന്നു, പൈസ വാങ്ങുന്നു, കൊണ്ടുവരും, എവിടെയെങ്കിലും വിടും. സപ്പോസ് അല്ലെങ്കിൽ ആ വീടിനടുത്ത് തന്നെ വിടും. വീണ്ടും അത് 1 മാസം കഴിയുമ്പോൾ ആ വീട്ടിൽ തന്നെ ഈ പൈസ. അങ്ങനത്തെ ഒരുപാട് കേസുകൾ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. പോർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്റ്റേഷനിൽ പരാതികൾ. അതുപോലെ ഈ അടുത്ത കാലത്ത് എൻ്റെ വീടിനടുത്ത് ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, പുലിയനാർക്കോട്ട എന്ന സ്ഥലത്ത്, നല്ല കാടുള്ള സ്ഥലം. അവിടെ ഒരു വീട്ടിലൊരു പാമ്പിനെ പിടിക്കാനായിട്ട് വന്നു. ഒരു പാമ്പ് വന്നു. ഞാനന്ന് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ആരെയോ പിടിച്ചു. പാമ്പിനെ പിടിച്ചുകൊണ്ട് പോയി. 5500 ചോദിച്ചു, 4500 വാങ്ങിയിട്ട് പോയി. ഞാൻ ഈ 39 വർഷം കൊണ്ട് സേവനം പോലെ ചെയ്തിരുന്ന സാധനം വാങ്ങിയിട്ട് അതേ വീട്ടിൽ ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വീണ്ടും ഒരു പാമ്പിനെ. അപ്പോൾ അവരെന്നെ വിളിച്ചപ്പോൾ ഞാനുണ്ടായി. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഒരു പാമ്പിനെ പിടിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു. അപ്പോൾ ഞാൻ ആളിനെ നോക്കിയിട്ട് പറഞ്ഞു 5000 രൂപ വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി 5500 ചോദിച്ചു, 4500 കൊടുത്തു എന്ന്. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ നാട്, ഞാൻ വന്നാൽ നിങ്ങൾ 500 രൂപ തരില്ല എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞൊക്കെ പോയിട്ട് ഇത്രയും നേരം ഞാൻ സംസാരിച്ച് പേടി മാറ്റി 1 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് പോകുന്നു. എനിക്ക് 300 വേണം നേട്ടാ. എന്താ ചേട്ടൻ, ഞാൻ പലയിടത്തും ചേട്ടൻ പറയുന്നുണ്ട്, ചേട്ടൻ എന്തുകൊണ്ട് ഡിമാൻഡ് ചെയ്യണില്ല? ഇനിയും പറയാം. ഈ അടുത്ത ആൾ ഇന്നലെ മെനിയാന്നൊക്കെ
നടന്ന സംഭവങ്ങൾ തന്നാൽ തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. തരുന്നത് എൻ്റെ കഷ്ടതകൾ അറിഞ്ഞ് എൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം അറിയുന്നത് ഞാൻ ഇത്രയും വർഷം കൊണ്ട് കടം വാങ്ങിയാണ് ഞാൻ പാമ്പിനെ സേവിക്കാൻ നടന്നത്. കടം വാങ്ങി. ഞാൻ മേശിരി പണിക്കാരനായിരുന്നു. 19 പണിക്കാരുണ്ടായിരുന്നു എനിക്ക്. സെൻട്രിങ്ങിൻ്റെ പണി, കമ്പിപ്പണി, എല്ലാ പണിയും ഫുള്ള് അന്നത്തെ പഞ്ചായത്തിൻ്റെ പണികൾ മൊത്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഒരുപാട് പണികൾ. അപ്പോഴാണ് എനിക്ക് ഇതിലേക്ക് ഭ്രമം കൂടി എൻ്റെ മൈൻഡ് അങ്ങ് മാറിയത്. പിന്നെ എനിക്കിതിലേക്ക് പിന്നെ ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെയൊക്കെ എനിക്ക് പലർക്കും സ്ഥലങ്ങൾ എന്താ പറയുക പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ പൈസ കെട്ടി അങ്ങനെ ജീവിച്ച ഒരാളാണ്. എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ജീവിച്ച ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് എനിക്കൊരു എൻ്റെ ഒരു വലിയ ഭാഗ്യം പോയത് ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്ഥലത്ത് കുറേ 4.5 ഏക്കർ സ്ഥലം ഒരാളിനെ പരിചയപ്പെടുത്തി. അപ്പം ഞാൻ 2 ഓണർമാരെ തമ്മിൽ പരിചയപ്പെടുത്തിയില്ല. ഇന്ന് രാവിലെ 11 മണിക്ക് പരിചയപ്പെടുത്തി അഡ്വാൻസ് കൊടുക്കായിരുന്നതാണ്. 9:30 എനിക്ക് കടി കിട്ടുമെന്ന് ഞാൻ വെല്ലേട്ടില്ലാവും. ഇത് നടന്നിരുന്നുവെങ്കിൽ എനിക്ക് അന്നത്തെ ഇതിലെല്ലാം കൂടി എനിക്ക് 1 കോടി സംതിങ് എനിക്ക് കമ്മീഷൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഒരു ഫ്ലാറ്റ് തരാം, ഒരു വലിയ ഫ്ലാറ്റ് 10-15 ഫ്ലാറ്റ് അതിനകത്ത് വെച്ച് അവർ നേരിട്ട് ബിസിനസ് ചെയ്ത് അതങ്ങ് പോയി. അന്ന് ഞാൻ 9 മണിക്ക് കടി കിട്ടി അകത്താണ്ട് എനിക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷേ ഞാൻ ഇവരെ പുറകെ നടക്കാം. പലരും എന്നെ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ട് അവർ ഡീൽ ചെയ്യാറുണ്ട്, ഞാൻ അറിയാറ് പോലുമില്ല. അവർ പൈസ തരാം, കമ്മീഷൻ തരാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവനെ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് അറിഞ്ഞ് എൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് സഹായിക്കുന്നവരോട് ആൾക്കാർ ഇപ്പം 1000 തരണുണ്ട്, 2000 തരണുണ്ട്, ഇങ്ങനെയൊക്കെ തരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു 30-40% ആൾക്കാർ കുറച്ച് തരുന്ന ആൾക്കാരുണ്ട്. പിന്നെ തരാത്ത ആൾക്കാരുണ്ട്. തരാത്ത ആൾക്കാർ അവർ വിചാരിക്കുന്നത് ചെല്ലുമ്പോൾ തന്നെ പറയും എൻ്റെ ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ 1000 രൂപ തരായിരിക്കും. അപ്പോൾ മറ്റവൻ പറയുന്ന പറയും കൊടുത്താൽ മതി ഇങ്ങനെ പറയുന്ന അനുഭവങ്ങൾ ഇന്നലെ വരെ ഉണ്ട്. ഇന്നലെ എനിക്ക് 3-4 സ്ഥലത്ത് ഞാൻ 10-15 സ്ഥലത്ത് എന്താ പറയുക 200 തന്ന ആൾക്കാരുണ്ട്, 300 തന്ന ആൾക്കാരുണ്ട്. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കണം. കാരണം അവരുടെ തെറ്റിദ്ധാരണ എനിക്ക് എന്തെല്ലാം ഞാൻ ജോലിയുള്ള ആളാണ്, അല്ലെങ്കിൽ എനിക്ക് സർക്കാർ വീട് വെച്ച് തന്നിരിക്കുന്നു, എനിക്ക് കാറുണ്ട്. എൻ്റെ കാർ ആക്സിഡൻറ്റിലായിട്ട് 3 മാസമായി, എനിക്കിതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് 3.5 ലക്ഷം രൂപ അത് വേണം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വാവാച്ചന് ഭയങ്കര ബാങ്ക് ബാലൻസിന് ഭയങ്കര കോടീശ്വരൻ എന്നാണ്. എൻ്റെ വീട് ജപ്തിയായിട്ട് വർഷം ഉണ്ടായി. എപ്പോൾ വേണോ അവരൊന്ന് ഇറക്കി വിടാം, പോയേ പറ്റുള്ളൂ. എൻ്റെ അനിയത്തി അമ്മയും മാത്രമേ അവിടെ ഉള്ളൂ. അനിയത്തിക്കാണെങ്കിൽ സുഖമില്ലാത്ത ആളാണ്, കിഡ്നി പേഷ്യൻ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളിതൊന്നും ആരുടെയും എന്താ പറയുക പങ്കുവെക്കാൻ പോകാറില്ല. കാരണം എന്നെ സഹായിക്കുന്ന ഒത്തിരി ആൾക്കാർ വിദേശത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിങ്ങനെ പറയുന്നത് കേട്ട് എന്നെ സഹായിക്കും. അപ്പോൾ അവരുടെയൊക്കെ പറ്റില്ല നമ്മൾ നടന്നു പോകും. ബട്ട് അതൊന്നും എൻ്റെ സംഭവം അതൊക്കെ അതൊന്നും ഇല്ല, ഒന്നും കുറ്റം പറയുന്നത് അതൊക്കെ പോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഇത്രയും സാമ്പത്തികം വാങ്ങിച്ച് പാമ്പിനെ കൊണ്ട് എവിടെയും തുറന്നു വിടുന്ന ആൾക്കാണ്. ഇതുവഴി ഉത്തരകൾ ഇനി കേരളത്തിലൂടെ ഉണ്ടാകും. ഈ ഉത്തരാഖണ്ഡ് കേസ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഇതിന് മുന്നേ എന്താ പറയുക UP എന്നാണ് പലരും പറയും, അല്ല മഹാരാഷ്ട്രയിൽ ഒരു കൊല നടന്നു. 2 കപ്പിൾസിനെ കൊന്ന കേസ്, 2 പ്രായമുള്ള അമ്മയും അപ്പനെയും കൊന്നൊരു കേസാണ്. അത് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് വന്നത്. സാക്ഷി പറയാൻ ആളില്ലാത്തത് കൊണ്ടാണ് ആ കേസ് വെറുതെ പോയി. അത് കൊലപാതകമായിരുന്നു. പക്ഷെ ഇത് ഞാൻ സ്റ്റേണായിട്ട് സാക്ഷി പറഞ്ഞു. സ്റ്റേണായിട്ട് ഒരിക്കലും ഞാൻ മാറി നിൽക്കില്ല. കാരണം വെച്ചാൽ ഞാൻ നിൽക്കുന്ന മേഖലയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നൊരു മേഖല, ഞാൻ ഒറ്റയ്ക്ക് പടവെട്ടി കൊണ്ടുവന്നൊരു മേഖലയാണ്. അപ്പോൾ ഇത്രയും ബോധവൽക്കരണ ക്ലാസ്സിൽ എൻ്റെ ഒരു സ്വന്തം റിസ്ക്കില്ല. അതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ ഒരു പത്മശ്രീ കിട്ടി അറിഞ്ഞായിരുന്നു. ഞാൻ അവയർനെസ് ക്ലാസ്സുകൾ എടുത്തതിന് കഴിഞ്ഞ 2015 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പടിയുടെ എണ്ണം കൂടുന്നു, മരണം കൂടുന്നു. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് എന്നെ വിളിച്ചു, ശരി ഒരു ക്ലാസ് വേണം. ഞാൻ ശരി ചെയ്യാമെന്നു. സാധാരണ പാമ്പിനെ കൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിളിച്ചിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും സകല പാർട്ടികളും വിളിച്ചിട്ട് പ്രോഗ്രാം ചെയ്തു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ പെർമിഷൻ വാങ്ങുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ഓഫീസർമാർക്ക് തന്നെ ഒരു പണിയായി. ഡെയിലി 3-4 പ്രോഗ്രാംസ് കൂടുതൽ. അങ്ങനെ ആയപ്പോൾ അവർ വേണ്ട, അന്നത്തെ ഐഡിയോളജിയുള്ള തലയുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരുണ്ടാകും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിലിരിക്കുന്ന മറ്റ് സംസ്ഥാനത്തിലുള്ള അവരിന് ഇവിടെ വാവാ സുരേഷിനെ നോക്കണം, അവിടെ ഒന്ന് ജോലിയും ചെയ്ത് കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് അവരങ്ങ് പോകും. അപ്പോൾ പറഞ്ഞു സുരേഷ് ഇനി പെർമിഷൻ വേണ്ട, സുരേഷ് അങ്ങ് ചെയ്തോ, ഞങ്ങൾക്ക് സുരേഷിനെ വിശ്വാസമാണ്, സുരേഷ് നമ്മുടെ സ്വന്തം ആളാണ്, ഒരു പ്രശ്നമില്ല. ഗണേഷ് സാറായിരുന്നാലും വിനയ വിശ്വൻ സാറായിരുന്നാലും ഇവരെല്ലാവരും, തിരുവഞ്ചൂരായിരുന്നാലും ഒക്കെ. ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് കേരളത്തിന് വനംവകുപ്പ് മന്ത്രിമാരില്ലല്ലോ. ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല. കാരണം പല ആവശ്യമായിട്ട് ഞാൻ സമീപിച്ച സമയത്ത് എനിക്ക് കിട്ടിയ പ്രതികരണം കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തു. പിന്നെ മൂർഖൻ, അണലി, ശംഖുവരൻ, കാട്ടുപാമ്പ്, മണ്ണൂലി, ഇങ്ങനത്തെ കുറേ പാമ്പുകളെ കാണിക്കാനുള്ള വാക്കാലവർ തന്നു. അങ്ങനെ ക്ലാസ് എടുത്തു. പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ ഞാൻ പാമ്പുകളുടെ പേടി മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഡോക്ടർമാർക്ക് നഴ്സുമാർക്കൊക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ മൈക്കിൽ കൂടി ഞാൻ എല്ലാ പ്രോഗ്രാമുകളും ഇപ്പോൾ പാമ്പ് സംസാരിക്കും. പാമ്പിന് സംസ്കൃതമാണ് സംസാരിക്കുന്നത്, മലയാളമല്ല. സർപ്പമല്ലേ, സർപ്പം സംസ്കൃതമല്ലേ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് തമാശ ഒരു വലിയതിനെ കൊണ്ട് മൈക്കിൽ
ഞാൻ ഇങ്ങനെ ആദ്യം അപ്പം ഇതിനെ കൊണ്ട് കാണിക്കുമ്പോൾ ഇത് ഊതും. അപ്പം ഞാൻ മൈക്ക് ബാലൻസ് എൻ്റെ കയ്യിൽ പാമ്പിനെ ബാലൻസ് ചെയ്യുമ്പോൾ പാമ്പ് ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പിറ്റേന്നത് വാർത്ത വന്നു, കറണ്ട് പോയി, വാവാ സുരേഷ് ജനങ്ങളുടെ ഇടയിലേക്ക് അപകടകരമായി പാമ്പിനെ പ്രദർശിപ്പിക്കുന്നു. ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരൻ കൊടുത്ത വാർത്ത. അതിൻ്റെ പേരിൽ അന്ന് പരാതി വന്നിട്ട് 2024 കേസ് ചാർജ് ചെയ്തു. 3 പ്രാവശ്യം സമൻസ് വന്നു. 4ാം പ്രാവശ്യം വാറണ്ട് കൊണ്ടേ എൻ്റെ തന്നല്ല, എൻ്റെ അനിയത്തിക്ക് അമ്മയ്ക്ക് സുഹേലനെ വീട്ടിൽ ഗേറ്റിൽ കൊണ്ട് പ്രദർശിപ്പിച്ചിട്ട് പോയി. ഒരു ജീപ്പിൽ താമരശ്ശേരിയിൽ നിന്ന് വന്നിട്ട് എൻ്റെ വീടിൻ്റെ ഗേറ്റിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു. എൻ്റെ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഗേറ്റിൽ കൊണ്ട് പോയി. അപ്പോൾ എന്നെ നാണം കെടുത്താൻ വേണ്ടിയല്ല ചെയ്തു. എനിക്ക് നാണക്കേടുന്നില്ല. അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്ത്, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് കേരളത്തിലൊരു സംഘടന ഇത് ഞാൻ ഈ വിളിച്ച് പറയുന്നുണ്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ കുമളിയിലൊരു അവയർനെസ് ക്ലാസ് കിടന്നു വനം വകുപ്പിൻ്റെ. അതിൻ്റെ അവിടെ ടാർഗറ്റിങ് എന്തായിരുന്നു എന്നറിയാമോ? എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ എന്നെ പൂട്ടണമെന്നുള്ളായിരുന്നു. 8 പേര് ചേർന്നിരുന്ന് സംസാരിച്ചൊരു സംഭവം. 8 പേര്. അതിന് വനം വകുപ്പിൻ്റെ അധികാരി ഒരാളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. അതെന്താ ഇവർക്ക് ഇത്രത്തോളം സുരേഷ് ചേട്ടനോട് തോന്നുന്നു? അതെന്താണ് കാര്യം തന്നെ, അസൂയ എന്നൊരു സാധനം. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു മേഖലയാണ്.